സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡിന് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോഴെല്ലാം ടോപ്പ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡിൽ ലിസ്റ്റ് എടുക്കുന്നു. അപ്പോഴെല്ലാം ടോപ്പ് 3 നിർബന്ധമായിട്ടും വന്നിരിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ്. ഈ സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡിന് പുതിയ 2 വേരിയന്റ് ആണ് HDFC ബാങ്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. നമ്മുടെ ഈ ചാനൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് പോയിന്റ്സ് ആയിട്ടുള്ള മൈൽസ്, പോയിന്റ്സ് ഇതെല്ലാം ഒരു പാസ്പോർട്ടിൽ, അതായത് ഒരു യാത്രയിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു ചാനലാണ്. നിങ്ങൾ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിലുള്ള ബാലി, ഒമാൻ, തായ്ലൻഡ്, മലേഷ്യ, മാൽദീവ്സ്, ശ്രീലങ്ക, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ ഇവിടെ എല്ലാം ഞാൻ ട്രാവൽ ചെയ്തിരിക്കുന്ന വീഡിയോ കാണാം. ഈ വീഡിയോകളിലെല്ലാം കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംഗതി എന്നാൽ ഫ്രീ ഫ്ലൈറ്റ്സുകളുണ്ട്, അതുകൂടാതെ ഫ്രീ 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റേസ് ഉണ്ട്, ആക്ടിവിറ്റീസ്, അതിന് തുടങ്ങിയ ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ചാനലാണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് HDFC ബാങ്ക് അനൗൺസ് ചെയ്തിട്ടുള്ള ഈ 2 ക്രെഡിറ്റ് കാർഡുകളാണ്. അതിൽ ഓറഞ്ച് വേരിയന്റിനെ കുറിച്ച് നമുക്ക് ആദ്യം പരിശോധിക്കാം. HDFC സ്വിഗ്ഗി ഓറഞ്ച് ക്രെഡിറ്റ് കാർഡിന്റെ ജോയിനിങ് ആൻഡ് ആനുവൽ ഫീ എന്ന് പറയുന്നത് 500 rupees പ്ലസ് GST ആണ്. പിന്നെ നമുക്കറിയാം സ്വിഗ്ഗിയുടെ പ്ലാറ്റ്ഫോം, സ്വിഗ്ഗി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, അതുപോലെ ഇൻസ്റ്റാമാർട്ട് ഉണ്ട്, അതുപോലെ ഡൈനൗട്ട് ഉണ്ട്. ഈ ഡൈനൗട്ട് എന്ന് പറയുന്ന ഫീച്ചർ എനിക്ക് തോന്നുന്നു പൊതുവെ ഈ കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ബാക്കിയുള്ള ടൗണുകളിലെല്ലാം അധികം ആരും ഉപയോഗിക്കാത്തതാണ്. ആക്ച്വലി സ്വിഗ്ഗി ഡൈനൗട്ടിൽ നമുക്ക് നല്ല കിഡിലൻ ഓഫേഴ്സ് എല്ലാം മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കൊച്ചിയിലെ കേസാണെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്ന കൊച്ചിയിലായതുകൊണ്ട് കൊച്ചിയിലെ കാര്യം പറയാം. കൊച്ചിയിൽ ഒരുപാട് സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വീക്കെൻഡ് ഒരു ബുഫേ ഒക്കെ കഴിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡൈനൗട്ടിൽ 50%, 60% എല്ലായ്പ്പോഴും ഓഫർ കാണാം. അപ്പോൾ ഒരാളുടെ കാശിന് 2 ആൾക്ക് നമുക്ക് ഡിന്നർ കഴിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഈ ഡൈനൗട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഡൈനൗട്ടിൽ 50% ഓഫർ കൂടുന്നത് വരാതെ നമ്മൾ ഈ കാർഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് അത് എന്തുകൊണ്ടും ലാഭമാണല്ലോ. അപ്പോൾ സ്വിഗ്ഗി ഓറഞ്ച് ക്രെഡിറ്റ് കാർഡിൽ ഈ സ്വിഗ്ഗി പ്ലാറ്റ്ഫോമിൽ കൂട്ടുന്ന 5%, അതുകൂടാതെ ബാക്കി എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവർ പ്രധാനമായും ക്ലിയർ ട്രിപ്പിലാണ്. ക്ലിയർ ട്രിപ്പിൽ 5% ക്യാഷ് ബാക്ക്, അതിനെക്കുറിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല. ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ 19% അവർ പറയുന്നത്. അതുകൂടാതെ ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ അഡീഷണൽ 6%. പിന്നെ നൈക്ക ബെനിഫിറ്റ്സ് അറിയാം. നൈക്ക എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡായി മാറി. നൈക്കയിൽ ഇപ്പോൾ ഓർഡർ ചെയ്യാത്ത ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ അഡീഷണൽ 5% ആണ് നൈക്കയിലേക്കുള്ള ബെനിഫിറ്റ് വരുന്നത്. ഇനി പേടിഎം ബെനിഫിറ്റ് വരുന്നതാണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന 5%, കൂടാതെ അഡീഷണൽ ആയിട്ട് 6% ആണ് നമ്മുടെ ഫ്ലൈറ്റോ അല്ലെങ്കിൽ ബസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പേടിഎം വഴി ബുക്ക് ചെയ്യുമ്പോൾ. പിന്നെ സ്വിഗ്ഗിയുടെ ഓഫറിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള അഡീഷണൽ ഓൺലൈൻ സ്പെൻസിന് വരുന്ന എല്ലാ ക്യാഷ് ബാക്കും 5% തന്നെയാണ്. അതുകൂടാതെയുള്ള അതർ സ്പെൻഡ് അതിനെല്ലാത്തിനും 1% ആണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഇത്രയൊക്കെയാണ് സ്വിഗ്ഗി ഓറഞ്ച് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഇനി ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. HDFC ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ജോയിനിങ് ആൻഡ് ആനുവൽ ഫീ എന്ന് പറയുന്നത് 1000 രൂപ പ്ലസ് GST ആണ്. പക്ഷേ ഈ HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡുകളുടെ പ്രത്യേകത എന്തെന്നാൽ ചിലർക്ക് ആദ്യത്തെ വർഷം ഫ്രീ കിട്ടും, ചിലർക്ക് ലൈഫ് ടൈം ഫ്രീ തന്നെ കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്വിഗ്ഗി ആപ്പിൽ നോക്കുക, നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇപ്പോൾ HDFCയുടെ ഈ സ്വിഗ്ഗി ബ്ലാക്ക് കാർഡ് എന്ന് പറയുന്നത് 1000 രൂപ ജോയിനിങ് ആൻഡ് ആനുവൽ ഫീ വരുന്ന കാർഡാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത കാർഡാണ്, ഇപ്പോൾ കിട്ടുമെന്നല്ല ഞാൻ പറയുന്നു, ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വരെ കിട്ടിയേക്കാം. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ക്ലിയർ ട്രിപ്പിൽ നമ്മൾ നേരത്തെ കണ്ട 5%, അതുകൂടാതെ ഹോട്ടൽസിന് 19%, അത് ഓറഞ്ച് കാർഡായിട്ട് സെയിം തന്നെയാണ്. ഫ്ലൈറ്റിന്റെ 6% അതും സെയിം തന്നെയാണ്. ഇനി നൈക്ക ബെനിഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5+5 അതും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. പേടിഎം ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6% പ്ലസ് 5% അതും സെയിം തന്നെയാണ്. പക്ഷേ സ്വിഗ്ഗി ഞാൻ നേരത്തെ പറഞ്ഞ ഡൈനൗട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാമാർട്ട് അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഇതിനെല്ലാത്തിനും അവിടെ 5% കിട്ടുമ്പോൾ ബ്ലാക്ക് കാർഡിൽ 10% ആണ് കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള അഡീഷണൽ ഓൺലൈൻ സ്പെൻസിനെല്ലാം 5%, ഓഫ്ലൈൻ സ്പെൻസിനെല്ലാം 1%. അത് ഓറഞ്ച് ക്രെഡിറ്റ് കാർഡായിട്ട് അതിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 കാർഡുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സ്വിഗ്ഗി പ്ലാറ്റ്ഫോമുകളിലുള്ള 5%, 10% ഈ ഒരു വ്യത്യാസമല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത്. സ്വാഭാവികമായിട്ടും സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് നിലവിൽ ഉള്ള ബേസ് വേരിയന്റ് ഉപയോഗിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാകും. കാരണം പുതിയ 2 വേരിയന്റ് വന്നിട്ടുണ്ട്, ഓറഞ്ചും വന്നിട്ടുണ്ട്, ബ്ലാക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് അല്ലെങ്കിൽ ബ്ലാക്ക് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ എടുക്കണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് അത് കണ്ടിന്യൂ ചെയ്യുന്നതാണോ നല്ലത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തേക്ക് കിടക്കുന്നില്ല. ഇന്ന് ബുധനാഴ്ചയാണ്, ബുധൻ കഴിഞ്ഞ് വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഈ 3 ക്രെഡിറ്റ് കാർഡുകൾ, അതായത് സ്വിഗ്ഗിയുടെ ഇപ്പോൾ ഉള്ള ബേസ് വേരിയന്റ്, അതുകൂടാതെ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക്, ഇത് 3 തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ വരുന്നതായിരിക്കും. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്വിഗ്ഗി വേരിയന്റിൽ തന്നെ ഏത് ക്രെഡിറ്റ് കാർഡാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്.
പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ്സ് വഴി നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക്, അതിൻ്റെ ക്യാപ്പിംഗ്, ഈ 3 ക്രെഡിറ്റ് കാർഡുകൾക്കും ഏതൊക്കെ രീതിയിലാണ് ക്യാപ്പിംഗ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമായി വെള്ളിയാഴ്ച ഒരു കമ്പാരിസൺ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സിൻ്റെ റിവാർഡ്സ്, പോയിന്റ്സ് എല്ലാം നമ്മളെ യാത്രയിൽ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് തുടങ്ങിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.